വെൽക്കം. തഹ്മാനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുക ബീറ്റ ലാക്ടമേസസ്. ബീറ്റ ലാക്ടമേസസ് ആൻഡ് ബീറ്റ ലാക്ടമേസസ് ഇൻഹിബിറ്റേഴ്സ്. ഇതിനെ തടയുന്ന മരുന്നുകളെ പറ്റിയാണ്. നമുക്കറിയാവുന്നത് പെനിസിലിൻസ്, ദെൻ സെഫാലോസ്പോറിൻസ്, ദെൻ കാർബാപെനാംസ് ആൻഡ് ഓൾസോ മോണോബാക്ടംസ്. ഇതെല്ലാം ഈ മരുന്നുകളിലെല്ലാം എന്തുണ്ട്? ഈ മരുന്നുകളിലെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരു ബീറ്റ ലാക്ടം റിംഗ് ഉണ്ട്. നമ്മളത് ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ ഒരു എൻ വരയ്ക്കും, ഇവിടെ സി ഡബിൾ ബോണ്ടോ ഇവിടെ. ഓക്കെ, ഇങ്ങനെ ഒരു റിംഗ് ഉണ്ട്. ഇതാണ് ബീറ്റ ലാക്ടം റിംഗ്. നമ്മുടെ ഈ ആന്റിബയോട്ടിക്സ് ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും ബാക്ടീരിയ ഒക്കെ കൊല്ലും. ഓക്കെ, എത്ര നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാക്ടീരിയകൾ തിരിച്ച് ചില എൻസൈംസും ഉണ്ടാക്കും, അല്ലെ? സ്വാഭാവികമായിട്ട് ഉണ്ടാക്കും. ഗ്രാം പോസിറ്റീവ് ഉണ്ടാക്കുന്നതാണ് എന്തായിരുന്നു അതിന്റെ പേര്? പെനിസില്ലിനേസ്. അത് ഇവിടെ വെച്ചിട്ടായിരുന്നു കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ചില ഗ്രാം നെഗറ്റീവ്സ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ബീറ്റ ലാക്ടമേസസ്. ചില ഗ്രാം പോസിറ്റീവ് ഉണ്ടാക്കും. ബീറ്റ ലാക്ടമേസസ് ആർ എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ടു എസ്കേപ്പ് ഓർ ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം നമ്മൾ കൊടുക്കുന്ന ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ അവരുണ്ടാക്കുന്ന എൻസൈംസ് ആണ് ബീറ്റ ലാക്ടമേസസ് എന്ന് പറയും. നമ്മൾ ഇത്രയും നാൾ കൊടുത്ത് കൊന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഫലം ഇല്ലാതെയാക്കുന്ന പരിപാടിയാണ് ഈ എൻസൈം ചെയ്യുക. ഈ ബീറ്റ ലാക്ടമേസ് എൻസൈം നമ്മൾ ഈ പെൻസിലിൻ കണ്ടുപിടിച്ച് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഒന്നും ഉണ്ടായതല്ല കേട്ടോ. അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. ഇത് പണ്ടേണ്ടെന്ന് വെച്ചാൽ മനുഷ്യനുണ്ടായിട്ട് 2 ലക്ഷം 3 ലക്ഷം വർഷമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ബാക്ടീരിയം ഫംഗയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് ഉണ്ട്. അവര് പണ്ടേയുള്ള യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണത്. ദിസ് ബീറ്റ ലാക്ടമേസസ് എവിടെയാണ് നശിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. നമ്മുടെ ബീറ്റ ലാക്ടം റിങ്ങിനെ തന്നെ വെച്ച് നടുവിൽ വെച്ചാൽ പൊട്ടിക്കുക. ദാറ്റ് ഈസ് വൈ ദീസ് ആർ കോൾഡ് ആസ് ബീറ്റ ലാക്ടമേസസ്. നമ്മൾ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം പെൻസിലിനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടമേസസ് ഉണ്ടായി. ഇതും കൂടി ഉണ്ടാകുമ്പോൾ നമ്മുടെ പണിയെല്ലാം അവതാളത്തിലാവുകയാണ്. ഇതിനെ നമുക്ക് തടയണം. എന്തായാലും ബീറ്റ ലാക്ടമേസസ് വിവിധ തരത്തിലുണ്ട്. പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആംബ്ലർ ക്ലാസിഫിക്കേഷൻ. ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത് അതിന്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തത് ബുഷ് ആണ്. ബുഷ് ആൻഡ് ജാക്കോബി. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് മെഡിറയോസ് എന്നാണ്. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇവർ തന്നെ വീണ്ടും മെഡിറയോസ് മാറ്റി ബുഷ് ആൻഡ് ജാക്കോബി 2009-10 ഈ കാലഘട്ടത്തിൽ അതിനെ വീണ്ടും അതിനൊന്ന് ക്ലാസിഫൈ ചെയ്ത് പുതുക്കിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, അത് കുറച്ചും കൂടി ഈസി. ആൻഡ് ദിസ് വൺ, ഇത് രണ്ടും നമുക്കൊന്നും പറയാം. ഈ സ്ട്രക്ചർ വെച്ചിട്ട് അല്ലെങ്കിൽ അമിനോ ആസിഡ് സീക്വൻസ് വെച്ചിട്ട് നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ആക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. സുഖം. ആൻഡ് ഇതിൽ ബി ഒഴിച്ച്, ബി നമ്മൾ തൽക്കാലം ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. എക്കും സിക്കും ഡിക്കും ഇതിന് 3നും ഒരു ആക്റ്റീവ് സെറിൻ സൈറ്റ് ഉണ്ട്. നമ്മൾ എൻസൈമിനെ കുറിച്ചാണ് പറയാ. അപ്പോൾ ഒരു അമിനോ ആസിഡ് ഉണ്ട്, അമിനോ ആസിഡിൽ സെറിൻ ഉണ്ട്, സെറിനകത്ത് ഒരു ആക്റ്റീവ് സെറിൻ സൈറ്റ് ഉണ്ട്. ഈ ഭാഗം വെച്ച് കാറ്റലിറ്റിക് ഏരിയ വെച്ചിട്ട് ബീറ്റ ലാക്ടം റിംഗിൽ ഒട്ടിച്ചേർന്ന് ബീറ്റ ലാക്ടത്തിനെ ഹൈഡ്രോളൈസ് ചെയ്യും. അതാണ് അവിടെ പരിപാടി. രണ്ടാമത്തത് ഞാൻ പറഞ്ഞത് ബി ആണ്. ബി സെപ്പറേറ്റ് ആണ്. ബി അവിടെ ഉള്ളത് ഒരു മെറ്റാലോ എൻസൈം ആണ്. ആക്റ്റീവ് സെറിൻ സൈറ്റ് അല്ല, മെറ്റാലോ എൻസൈംസ് ആണ്. അവിടെ സിങ്ക് ആണുള്ളത്. സിങ്ക് അവിടെ ആക്റ്റീവ് സൈറ്റിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മെറ്റാലോ എൻസൈംസ് എന്ന് വിളിക്കുക. സെറിൻ ഇല്ല. ടൈപ്പ് എ, സി ആൻഡ് ഡി ആർ ആക്റ്റീവ് സൈറ്റ് സെറിൻ ഉള്ളതാണ്, ബീറ്റ ലാക്ടമേസ് ആണ്. ആൻഡ് ടൈപ്പ് ബി എന്ന് പറയുന്നത് സിങ്ക് കണ്ടെയ്നിങ് മെറ്റാലോ എൻസൈംസ് ആണ്. ഇതാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഫംഗ്ഷണലി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവ 3 ആക്കാം, 3 ആക്കാം. ജാക്കോബി ആൻഡ് ബുഷ്. മെഡിറയോസ് ആണ് ഞാൻ പറയുന്നത്. ഗ്രൂപ്പ് ആണ്. ഗ്രൂപ്പ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഈ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് സെഫാലോസ്പോർനൈസസ് ആണ്. സെഫാലോസ്പോറിൻ അവയെ നശിപ്പിക്കുന്നതാണ് സെഫാലോസ്പോർനൈസസ്. അങ്ങനെ സെഫാലോസ്പോർനൈസിനെ നശിപ്പിക്കുന്ന ബീറ്റ ലാക്ടമേസിനാണ്, ഡിഗ്രേഡ് ചെയ്യുന്ന ബീറ്റ ലാക്ടമേസ് ആണ്. ഗ്രൂപ്പ് 2 അതിനകത്ത് വരുന്നതാണ് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടമേസസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ദോഷകരമാണ്. ESBL ഇത് തന്നെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 2E ആണ് കേട്ടോ. ഗ്രൂപ്പ് 2നെ തന്നെ വീണ്ടും ഈ രണ്ടാമത് ക്ലാസിഫൈ ചെയ്തപ്പോഴത്തേക്കും 2A, 2B, 2C അങ്ങനെ പോയിട്ടുണ്ട്. ധാരാളം അങ്ങനെയൊക്കെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ അതൊക്കെ വിടുകയാണ്. ആൻഡ് ഗ്രൂപ്പ് 3നെയാണ് മെറ്റാലോ ബീറ്റ ലാക്ടമേസസ് എന്ന് പറയാം. ഇതിന് പെൻസിലിനെയും സെഫാലോസ്പോറിനെയും ഹൈഡ്രോളൈസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രൂപ്പ് 1, 2, 3 ഇതാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ABCD ആണ്. ഈ ബീറ്റ ലാക്ടമേസസ് പ്രധാനമായിട്ടുണ്ടാക്കുന്നത് ഗ്രാം നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗ്രാം നെഗറ്റീവിന് കുറച്ചളവിൽ ഉണ്ടാക്കിയാൽ മതി, കാരണം അവയ്ക്ക് സെൽ വാൾ വളരെ കുറവാണ്. ഇനി ഗ്രാം
ഗ്രാം പോസിറ്റീവ് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ചില ഗ്രാം പോസിറ്റീവ്, ഉദാഹരണം സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് പോലുള്ളവ കുറച്ച് ബീറ്റ ലാക്ടമേസസ് ഉണ്ടാക്കും. സോ ഇവയാണ് ബീറ്റ ലാക്ടമേസ് ഉണ്ടാക്കുക. ആൻഡ് ഇവിടെ മെക്കാനിസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ ബാക്ടീരിയ നമ്മൾ പഠിച്ചപ്പോൾ ബാക്ടീരിയയുടെ സെൽ വാൾ സിന്തസിസ് നമ്മൾ പഠിച്ചു. അപ്പോൾ മെക്കാനിസം ഓഫ് ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക്, പെൻസിലിന്റെ ഒക്കെ മെക്കാനിസം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ഒരു ട്രാൻസ്പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം ഞാൻ ഇങ്ങനെയാണ് വരച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ ഒരു ആക്റ്റീവ് സെറിൻ സൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അവയ്ക്ക് ഒരു ആക്റ്റീവ് സെറിൻ സൈറ്റ് ഉണ്ട്, ഇവയ്ക്കും ഒരു ആക്റ്റീവ് സെറിൻ സൈറ്റ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ട്രാൻസ്പെപ്റ്റിഡേഷനിൽ നമ്മുടെ ബീറ്റ ലാക്ടം ഉദാഹരണം പെൻസിലിൻ പോയി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ചത്തുപോകും. അതാണ് സംഭവിക്കുക. പക്ഷേ ഇപ്പൊ ഉണ്ടാക്കുന്ന ആക്റ്റീവ് സെറിൻ സൈറ്റിൽ ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചു, ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് കഴിഞ്ഞാൽ ഇതാണ് നശിച്ചു പോവുക, ഇതവിടെ തന്നെ ഉണ്ടാവും, ഇത് നശിച്ചു. ഇതാണ് വ്യത്യാസം, തമ്മിലുള്ള വ്യത്യാസം. സോ ട്രാൻസ്പെപ്റ്റിഡേസിൽ പിടിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പെപ്റ്റിഡേസ് ആ എൻസൈം ആയിരുന്നു നശിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് സെൽവാൾ ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ കൊല്ലും. പക്ഷെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. സോ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒട്ടിച്ചേരുന്നതിലുള്ള ഈ സ്റ്റെബിലിറ്റി ഡിഫറൻസ് ആണ്. ഇവിടെ രണ്ടും ഒട്ടിച്ചേരുന്നതിലുള്ള സ്റ്റെബിലിറ്റി ഡിഫറൻസ് ആണ്. ഇപ്പൊ മരുന്നിൽ ബീറ്റ ലാക്ടമേസ് എൻസൈം പിടിച്ചു കഴിഞ്ഞാൽ ഇത് ബീറ്റ ലാക്ടമേസ് ആണെന്ന് വെച്ചാൽ മരുന്ന് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സിനകത്തേക്ക് വാട്ടറിന് എൻ്റർ ചെയ്യാൻ പറ്റും. വാട്ടർ ക്യാൻ എൻ്റർ. സോ റാപ്പിഡ് ഹൈഡ്രോളിസിസ് നടക്കും. റാപ്പിഡ് ഹൈഡ്രോളിസിസ് മെറ്റാലോ ബീറ്റ ലാക്ടമേസ് ആണെങ്കിൽ അവയിൽ ആ സിങ്ക് ആണ് ഈ ഫെസിലിറ്റേറ്റ് വാട്ടർ അകത്തേക്ക് കയറാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഇവിടെ ആണെങ്കിൽ മറ്റേതെയും സിയും ഡി ആണെങ്കിൽ ആക്റ്റീവ് സെറിൻ സൈറ്റ് ആണ് ഇത് സമ്മതിക്കും. സോ ബാക്ടീരിയൽ സെൽ വാൾ ഉണ്ടാക്കുന്ന ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിനും ബീറ്റ ലാക്ടമേസിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും ബാക്ടീരിയൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ട്രാൻസ്പെപ്റ്റിഡേസ് ആണെങ്കിൽ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ സ്വയം ചത്തുപോകും, ഇത് ആ എൻസൈം സ്വയം ചത്തുപോകും. ഇവിടെയാണെങ്കിൽ ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് പിടിച്ചു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ആണ് തട്ടിപ്പോകും. ഇതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ്. ഇത് പോയി കഴിഞ്ഞാൽ ഫലം ഇല്ലാതെ ആകും. അപ്പോൾ നമ്മുടെ കൊടുത്ത ആന്റിബയോട്ടിക് ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ ലാക്ടം ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ അതിനെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗുണമില്ലാതെയാവുന്നതാണ് നമ്മുടെ പ്രശ്നം. സോ ബാക്ടീരിയ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇതിനെ സമ്മതിക്കോ? ഇല്ല. സോ നമ്മൾ കണ്ടുപിടിച്ചു ബീറ്റ ലാക്ടമേസസ് ഇൻഹിബിറ്റേഴ്സ്. ഇതിനെ തടയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ചു. പേരുകൾ വൺ ഈസ് ക്ലാവുലാനിക് ആസിഡ് ആണ്. ഒന്ന് ക്ലാവുലാനിക് ആസിഡ്, ദെൻ ആസിഡ് ഇല്ല സൾബാക്ടം നമ്മൾ കണ്ടുപിടിച്ചു, ടാസോബാക്ടം നമ്മൾ കണ്ടുപിടിച്ചു, ദെൻ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഈസ് അവിബാക്ടം ആണ്. സോ ഇങ്ങനെ 4 എണ്ണമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ക്ലാവുലാനിക് ആസിഡ്, സൾബാക്ടം, ടാസോബാക്ടം, അവിബാക്ടം. സോ ദീസ് ആർ വാട്ട് ബീറ്റ ലാക്ടമേസസ് ഇൻഹിബിറ്റേഴ്സ്. ആൻഡ് ഇത് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നാണ് പറയാ. ബാക്ടീരിയയെ കൊല്ലാനായിട്ട് ഇവക്ക് ശേഷിയില്ല, എങ്കിലും കുറച്ചെങ്കിലും വേണമെങ്കിൽ കൊല്ലാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൾബാക്ടം ആണ് എന്ന് നമുക്ക് പറയാം. ഈ ഗ്രൂപ്പ് മരുന്നുകളെ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ നമ്മൾ വിളിക്കുക സൂയിസൈഡൽ ഇൻഹിബിറ്റേഴ്സ് എന്നാണ്. സൂയിസൈഡൽ ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളായിട്ടാണ് കണക്ക്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ചില സാധനങ്ങളൊക്കെ നശിപ്പിക്കാതിരിക്കാൻ, ഇപ്പോൾ മൊബൈലൊക്കെ എടുത്ത് നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു പഴയ ചീത്ത മൊബൈൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കും, അത് നശിപ്പിച്ചാലും കുഴപ്പമില്ല. അതേപോലെ നമ്മൾ ബാക്ടീരിയക്ക് ഒരെണ്ണം കൊടുക്കുകയാണ്, എന്നാ മോനെ നീ ഇത് വെച്ച് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുക്കും. ബാക്ടീരിയ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അവിടെ പോയി പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിനിടയിൽ നമ്മുടെ ഡ്രഗ് വെച്ചിട്ട് ഇതിനെ കൊല്ലും. സോ ഇതാണ് സംഭവിക്കുക. സോ ദീസ് ആർ ചാവേഴ്സ് ആണ്, ചാവേറുകളാണ്, വെറുതെ ചാവേറുകൾ. പോയി പിടിക്കുക, അവിടെ ഇരിക്കുക, ബാക്ടീരിയയുടെ ദിസ് ബീറ്റ ലാക്ടമേസ് എൻസൈമിന്റെ സമയം കളയുക. ഓക്കെ, അതാണ് പരിപാടി. സോ ബീറ്റ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് ആർ ചാവേറുകളാണ്. ബാക്ടീരിയ ഉണ്ടാക്കി വെച്ച ബീറ്റ ലാക്ടമേസ് എല്ലാം ചാവേറിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ അതിനിടയിൽ ഇവ വെച്ചിട്ട് ബാക്ടീരിയ കൊല്ലുകയും ചെയ്യും. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ചാവേർ മരുന്ന് ക്ലാവുലാനിക് ആസിഡ് ആണ്. ക്ലാവുലാനിക് ആസിഡ് എന്ന് പറയുന്നതാണ്. ഇത് കിട്ടിയത് സ്ട്രെപ്റ്റോമൈസസ് ക്ലെവുലി ജെറസ് എന്ന് പറയുന്ന ക്ലെവുലി ഉണ്ട്, ജെറസിൽ നിന്ന് കിട്ടിയതാണ്. സോ കെമിക്കലാണ്. സോ ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ സെഫോമൈസിൻ സി ആണ്. സെഫോമൈസിൻ സി ഉണ്ടാക്കും, സെഫോമൈസിൻ സി ബാക്ടീരിയ ഉണ്ടാക്കും, പ്ലസ് അതിന്റെ കൂടെ ക്ലാവുലോണിക് ആസിഡ് കൂടി ഉണ്ടാക്കി വെക്കും. ഈ സൂത്രമാണ് നമ്മൾ തട്ടിയെടുത്തത്. നമ്മളിത് മനസ്സിലാക്കുകയും നമ്മൾ അതനുസരിച്ച് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. സോ ഇവ എങ്ങനെ പ്രവർത്തിക്കും എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനെയും കുറിച്ചാണ് പറയുക. ക്ലാവുലോണിക് ആസിഡ്, സൾബാക്ടം, ടാസോബാക്ടം എല്ലാം ദിസ് ഓൾ ആക്ട്സ് ആസ് ഇലക്ട്രോൺ സിങ്ക്. ഇപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇതാണ്, ദേ ആക്ട് ആസ് ഇലക്ട്രോൺ സിങ്ക് എന്നാണ് നമ്മൾ പറയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മരുന്നിലും ഒരു ഡബിൾ ബോണ്ട്, എവിടെയെങ്കിലും സ്ട്രക്ചറിൽ ഒരു ഡബിൾ ബോണ്ട് കാണും. ഒരു പ്രത്യേക ഏരിയയിലാണ് സ്ട്രക്ചർ, ഡബിൾ ബോണ്ട്. ഇത് ഇലക്ട്രോണിനെ സ്വീകരിക്കും. സോ ബീറ്റ ലാക്ടമേസ് ആയിട്ട് ചേർന്ന് അതിനെ ഒട്ടിച്ചേർന്ന് അങ്ങോട്ടിരിക്കും ദീർഘനേരം. ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. സോ നമ്മുടെ മരുന്ന് ബീറ്റ ലാക്ടമേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകാൻ കുറേ നേരം എടുക്കും, ഡിസോസിയേഷന് കുറേ സമയം എടുക്കും. ഈ സമയത്ത് നമ്മൾ ബീറ്റ ലാക്ടം റിങ് ഉണ്ടാക്കുന്ന സെൽ വാൾ സിന്തസിസിനെ
തടയുന്ന പരിപാടി യാതൊരു തടസ്സമില്ലാതെ ചെയ്യും. ഇതിൽ ക്ലാവലോണിക് ആസിഡ്, സൾബാക്ടം, സൾബാക്ടം ആൻഡ് ടാസോബാക്ടം, ഇത് ഏത് തരം ബീറ്റാ ലാക്ടമേസസിനെ തടയുന്ന വെച്ചാൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പിനായിരിക്കും തടയുക. പക്ഷെ മെറ്റാലോ എൻസൈംസിനെ തടയാനായിട്ട് പറ്റില്ല. മെറ്റാലോ എൻസൈംസിനെ തടയാനായിട്ട് ഈ 3 മരുന്നുകൾക്കും പറ്റും. ആൻഡ് പുതിയ മരുന്ന് അവിബാക്ടം ആണെന്ന് നമ്മൾ പറഞ്ഞു. അവിബാക്ടത്തിന് ക്ലാസ് എനെയും തടയാൻ പറ്റും, ക്ലാസ് സിനെയും തടയാൻ പറ്റും. ആൻഡ് അവിബാക്ടത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഈ സംഭവം പിടിച്ചു കഴിഞ്ഞാൽ ഇവ നശിച്ചു പോകാതെ ഇതിങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും ഉണ്ടാകും. അപ്പോൾ കൂടുതൽ നേരം തുടർച്ചയായിട്ടുള്ള ഫലം കിട്ടും ഈ പുതിയ മരുന്ന് അവിബാക്ട്. ആൻഡ് ഈ ക്ലാസ് ബിയിൽ നിന്ന് ക്ലിനിക്കലി യൂസ്ഫുൾ ആയിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ക്ലാസ് ബിയെ തടയുന്ന ഒരു മരുന്നുമില്ല, മെറ്റാലോ എൻസൈംസിനെ തടയുന്ന ആരുമില്ല. സോ ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പെൻസിലിന്റെ കൂടെ മാത്രമല്ല, നമ്മൾ പെൻസിലിൻസിനൊപ്പം കൊടുക്കും. ആൻഡ് ഓൾസോ വിൽ ഗിവ് വിത്ത് സെഫാലോസ്പോറിൻ. മിക്കവാറും 3rd ജനറേഷൻ സെഫാലോസ്പോറിന്റെ ഒപ്പോഴായിരിക്കും നമ്മൾ കൊടുക്കുക. സോ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ക്ലാവലോണിക് ആസിഡ്, ഇപ്പോൾ ക്ലാവലോണിക് ആസിഡ് ഏറ്റവും ഫേമസ് ഏതാണ്? അമോക്സിസിലിനൊപ്പമാണ് അല്ലെ. അമോക്സിലിൻ നമ്മൾ കേട്ടിട്ടുള്ളത് ഓഗ്മെന്റിൻ 625 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അമോക്ലാൻ 625, കോ അമോക്സിക്ലാവ് എന്നൊക്കെ പറയുന്ന ഇതാണ്. അതിനകത്ത് അമോക്സിസിലിനുണ്ട് പ്ലസ് ക്ലാവലോണിക് ആസിഡ്. ദെൻ ടിക്കാർസിലിന്റെ ഒപ്പവും ഇത് കമ്പൈൻ ചെയ്യും. ടിക്കാർസിലിൻ പ്ലസ് ക്ലാവലോണിക് ആസിഡ് നമ്മൾ കമ്പൈൻ ചെയ്യും. ഈ ക്ലാവലോണിക് ആസിഡ് ആൻഡ് അതർ വൺ സൾബാക്ടം എല്ലാം പ്രോഗ്രസീവ് ഇൻഹിബിറ്റേഴ്സ് എന്നാണ് അവയെ വിളിക്കുക. പ്രോഗ്രസീവ് ഇൻഹിബിറ്റേഴ്സ് ഇങ്ങനെ വിളിക്കാൻ കാരണം ആദ്യം ഒന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിട്ടുപോകും. ഇപ്പോൾ ബീറ്റാ ലാക്ടം മേസിൽ ഇവിടെ ഒന്ന് പിടിക്കുന്നു, ഈ സംഭവം ഇവിടെ ഒന്ന് പിടിക്കുന്നു, വിട്ടുപോകും. രണ്ടാമത് റിവേഴ്സിബിൾ ആണ്. പിന്നീട് പക്ഷേ ഇൻഹിബിഷൻ കുറേ നേരം കൂടിക്കൊണ്ടേയിരിക്കും. ക്ലാവലോണിക് ആസിഡും അമോക്സിലിനും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ക്ലാവലോണിക് ആസിഡ് നമുക്ക് ഓറലായിട്ട് കൊടുക്കാം. ആൻഡ് ഓൾസോ ഇഞ്ചക്ഷൻ 2 രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അമോക്സിലിന്റെ ഒപ്പം മറ്റേന്റെ ഒക്കെ ഒപ്പം. ആൻഡ് ഇത് അമോക്സിലിന്റെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ ആക്ഷൻ അങ്ങ് കൂട്ടുകയൊന്നുമല്ല. മീൻസ് ഇറ്റ് ഇസ് ഇൻ പൊട്ടൻഷിയേഷൻ ഒന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്. നോ പൊട്ടൻഷിയേഷൻ. ഇപ്പോൾ ബീറ്റാ ലാക്ടമേസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സാധാരണ ഉള്ള ബാക്ടീരിയകൾക്കെതിരെ പൊട്ടൻഷിയേഷൻ ഉണ്ടാക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അപ്പോൾ അമോക്സിസിലിന് പകരം അമോക്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയാണെന്നല്ല വിചാരിക്കേണ്ടത്. ബീറ്റാ ലാക്ടമേസസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനെ തടയും. അതാണ് ഗുണം. സോ അപ്പോൾ നമുക്ക് ധാരാളം ഇൻഫെക്ഷൻ നമുക്ക് ഉപയോഗിക്കാം. സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇൻട്രാ അബ്ഡോമിനൽ ഇൻഫെക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ബീലിയറി ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ട്രാക്ട് എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാം. ഗൊണോറിയയിലും സിഫിലിസിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സാധാരണ രീതിയിൽ അമോക്സിലിൻ, ക്ലാവലോണിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 457 പിള്ളേർക്ക് അല്ലെങ്കിൽ 625 മില്ലിഗ്രാം ഒക്കെ ആണെങ്കിൽ BD 2 നേരം കൊടുത്താൽ മതിയാകും. എങ്കിലും ചില സമയത്ത് 1 ഗ്രാം ആണെങ്കിലും BD ഒക്കെ ആയിരിക്കും കൊടുക്കുക. ചില സമയങ്ങളിൽ നമുക്കത് 3 നേരം കൊടുക്കാം. അപ്പോൾ ഇൻഫെക്ഷൻ, ന്യൂമോണിയ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഓട്ടൈറ്റിസ് മീഡിയ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 നേരം, ദിവസം 3 നേരം വരെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി അടുത്ത മരുന്ന് സൾബാക്ടമാണ്. സൾബാക്ടത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആംബിസിലിനോടൊപ്പമാണ് ചേർക്കുക. ആംബിസിലിന്റെ ഒപ്പമാണ്, അമോക്സിസിലിന്റെ ഒപ്പം അല്ല കൊടുക്കുക. ദെൻ വേറെ ആരുടെയെങ്കിലും കൂടെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ജനറേഷൻ സെഫലോസ്പോറിൻ, സെഫോപെറസോണിന്റെ ഒപ്പം കൊടുക്കാം, സെഫ്ട്രിയാക്സോണിന്റെ ഒപ്പം കൊടുക്കാം. സോ ഈ 3rd ജനറേഷൻ സെഫലോസ്പോറിനൊപ്പമാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് ഇതും ഒരു പ്രോഗ്രസീവ് ഇൻഹിബിറ്റർ തന്നെയാണ്. മറ്റേതിനെതിരെയൊന്നും ഫലമില്ല. ഏതാണ്? മെറ്റാലോ എൻസൈംസിനെതിരെയൊന്നും ഫലമില്ല. ദെൻ ഇത് സാധാരണ ഇഞ്ചക്ഷനാണ്. സൾബാക്ടം ആണെങ്കിൽ ഇഞ്ചക്ഷനാണ്. ക്ലാവലോണിക് ആസിഡ് ഗുളികയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പാരൻട്രലി മാത്രമാണ് ഇത് കൊടുക്കുക, ഓർലി നോട്ട് ഗിവൺ. ഇനി ആംബിസിലിന്റെ ഒപ്പം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കോംപ്ലക്സ് സോൾട്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ പേര് സൾട്ടാമിസിലിൻ ആണ്. സൾട്ടാമിസിലിൻ ടോസിലേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള സോൾട്ട് ആയിട്ട് കിട്ടും. അടുത്ത മരുന്ന് ടാസോബാക്ടം ആണ്. ടാസോബാക്ടം സാധാരണ കമ്പൈൻ ചെയ്യുക പിപ്പരാസിലിൻ നമ്മൾ എക്സ്റ്റൻഡഡ് സ്പെക്ട്രം പെൻസിലിനിൽ പഠിച്ചാണ്, യൂറിഡിയോ പെൻസിലിനിൽ പഠിച്ചാണ്. സോ ഇതിന്റെ ഒപ്പമാണ് സാധാരണ കമ്പൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ബി കമ്പൈൻ വിത്ത് സെഫ്ട്രിയാക്സോൺ, 3rd ജനറേഷൻ സെഫലോസ്പോറിനാണ്. ആൻഡ് ഇതിനോടൊപ്പമാണ് സാധാരണ ഇത് കമ്പൈൻ ചെയ്യുക. ദെൻ സൾബാക്ടം, ടാസോബാക്ടമും ക്രോമസോമൽ ബീറ്റാ ലാക്ടമേസസ് ഇൻഡ്യൂസ് ചെയ്യാത്ത തരം ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റർ. ഒരു പ്രത്യേകത ആണെന്ന് വെച്ചാൽ മറ്റേ ഇത് ക്ലാവലോണിക് ആസിഡ് ആണെങ്കിൽ ക്രോമസോമൽ ബീറ്റാ ലാക്ടമേസിനെ കൂടി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു വശത്ത് തന്നെ തടഞ്ഞു വെക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അതിനെ ഇൻഡ്യൂസ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ദെൻ അവിബാക്ടം ആണെങ്കിൽ അത് കൊടുക്കുക സെഫ്റ്റാസിഡിമിനൊപ്പമാണ്. സെഫ്റ്റാസിഡിം എന്ന് പറയുന്ന മരുന്നിനൊപ്പമാണ് കൊടുക്കുക അവിബാക്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീറ്റാ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ബീറ്റാ ലാക്ടമേസസ് ആൻഡ് ബീറ്റാ ലാക്ടമേസസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 5 മാർക്കോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.